ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴാണ് പുള്ളിക്കാരി കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ബിഗ് ബോസിന് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പോയി അത് മുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു, എന്നെ ആദില നൂറയൊക്കെ. അപ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു സമയം നോക്കി വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഹെൽത്ത് ഒക്കെ ഇച്ചിരി മോശമാണ്. ആക്ച്വലി ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച, പക്ഷേ കുറച്ച് കാലം കൊണ്ട് പറഞ്ഞിട്ട് ഇതങ്ങ് തീർക്കുന്നതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക് അബൌട്ട് കിച്ചു സുധി ആൻഡ് രേണു, അവരെ കുറിച്ച് തന്നെയാണ് ടോപ്പിക് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 വീഡിയോസ് ഇട്ടായിരുന്നു. 2 നെഗറ്റീവ് കമന്റ്സ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ അത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് അത് കാണുന്നവരോട് ഞാൻ പറഞ്ഞായിരുന്നു, ഇത് ടോട്ടൽ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. എന്നാലും പോസിറ്റീവ് കമന്റ്സ് ഉണ്ട്, അതിലെന്തായാലും സന്തോഷം. കുറച്ച് പേരെങ്കിലും ഈ കിച്ചുവിനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചതും. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം കുറച്ച് പേരെങ്കിലും ഒരാളെങ്കിലും കേട്ടിട്ട് അത് മനസ്സിലായിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും സന്തോഷം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അപ്പോൾ എല്ലാവർക്കും പറയാൻ പോണ കാര്യത്തിലോട്ട് കിടക്കാം. ഉണ്ടല്ലോ, ഇതിൽ അനുമോളാണ് സംസാരിക്കുന്നത്. അനുമോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു ചേച്ചി എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബിഗ് ബോസ് താരങ്ങളിൽ ഉണ്ടായിരുന്ന ആ കണ്ടസ്റ്റന്റിനെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കോൾ വരെ വിളിച്ചു സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. എന്താ കാരണം, ഇതെല്ലാവരും ഒരുമിച്ച് കാണണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു, എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് പുള്ളിക്കാരി അനുമോൾ ഇതിനകത്ത് കൺവേ ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന രേണു എന്ന വ്യക്തി ഈ ഇത്രയും ബിഗ് ബോസിലെ ആൾക്കാരെ എല്ലാവരും വിളിക്കാൻ പറ്റി, നോർമൽ കോൾ ആണെങ്കിലും വീഡിയോ കോൾ ആണെങ്കിലും വിളിക്കാൻ പറ്റും. ഇത്രയും വിളിക്കാൻ പറ്റിയ ഇവര് എന്തുകൊണ്ട് കിച്ചുവിനെ ഡയറക്റ്റ് ഒന്നും വിളിച്ചില്ല? കിച്ചുവിനോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞു, എന്നിട്ട് ആ കൊച്ചിനെ അങ്ങ് ഇട്ടുകൊടുത്തു. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ ഫോൺ കോൾ വിളിച്ചും വീഡിയോ കോൾ വിളിച്ചും സംസാരിക്കുകയും ചെയ്തു. ആ ഒരു ബന്ധം പോലും, അതായത് അവരോടുള്ള ബന്ധം പോലും ഈ കിച്ചു എന്ന മകനോട് ഇവർക്കില്ലേ? ഇവർ പറയുന്നുണ്ടല്ലോ, നാഴിക്ക് 40 വട്ടം ഇവർ പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് എൻ്റെ ഇതപ്പനെക്കാളും വലുതാണ്, എൻ്റെ ആദ്യത്തെ മോൻ അവനാണ്, ഞാൻ 11 വയസ്സ് മുതൽ നോക്കുന്ന മകനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കിച്ചുവിനെ വിളിക്കാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടായില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, നിങ്ങൾ എന്നെ വന്ന് തെറി വിളിക്കുന്നുണ്ടല്ലോ, ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർ വന്ന് തെറി വിളിക്കുന്നുണ്ടല്ലോ, ആ ഒരു ഇത് ഈ പറയുന്ന രേണുവിന് ഉണ്ടായില്ല. അതൊരു ചോദ്യമാണ്. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർ അതിനുള്ള ഒരു ഉത്തരം കൂടി തരണം കേട്ടോ. ഇപ്പൊ ഈ രേണു എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ക്യാൻസർ രോഗമാണ്, അല്ലെ? ഒരു രോഗത്തോട് അവര് എന്താ പറയണത്, അവര് പൊരുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. അതേപോലെ തന്നെ ഇവര് പറയുന്ന വാക്കുകൾ, ഇവര് പറയുന്ന പ്രവൃത്തികൾക്ക് നമുക്ക് അവരെ നല്ലതെന്ന് പറയാനും സാധിക്കത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞാൽ വലിയൊരു പാഠം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെ, ഒരു പാഠപുസ്തകം പോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയുടേത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു രോഗം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ ഇപ്പോൾ ആരും കുറ്റപ്പെടുത്താനായിട്ട് വരാത്തതിന്റെ മെയിൻ കാരണം. പിന്നെ ഇപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ, ആ കുഞ്ഞു കൊച്ചാർ ഇതപ്പൻ എന്ന് പറയുന്ന ചെറുക്കന്റെ കാര്യം ഓർത്തിട്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത്, അവരുടെ രോഗവിമുക്തി കിട്ടട്ടെ, അവർക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ സർവൈവ് ആയിട്ട് അവർ നല്ലൊരു ജീവിതം ജീവിക്കട്ടെ എന്നാണ് ഇപ്പൊ നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നവർ പോലും ഇപ്പോൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇവര് ഇപ്പോഴുള്ള പ്രവർത്തികൾക്ക് നമുക്ക് ഇവരെ ഒത്തിരി അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എന്താ പറയുക, നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ലേ, ഈ കിച്ചു എന്ന മകനെ കുറിച്ച് മാത്രം ഓർത്തിട്ടാണ് ഞാൻ ഈ കിച്ചുവിന്റെ 2 വീഡിയോസും കണ്ടത്. ആദ്യം ആ കുട്ടി പറഞ്ഞപ്പോൾ ആദ്യം ആ കൊച്ചു പറയുന്ന എല്ലാവരും വിഷമം ഒന്ന് തീരട്ടെ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ നമുക്ക് രണ്ടായിട്ട് ചിന്തിക്കാം. അതായത് 50% നമുക്ക് വിചാരിക്കാം, ഈ കൊച്ചെന്തിനാ ഇപ്പം ഇങ്ങനെ വന്ന് പറഞ്ഞത്, ഇവന്റെ ഒരു മാതിരി അഹങ്കാരമല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ 50% നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ആ കുട്ടിയെ എല്ലാവരും കൂടി സൈബർ ആക്രമണം ചെയ്തുകൊണ്ടിരിക്കണം ഈ രേണു ഇങ്ങനെ ഈ രോഗാവസ്ഥയിലായ പിന്നെ. അതും കൂടി നമ്മൾ ആലോചിക്കണം. എന്തോ ഈ കൊച്ചു കാരണം വന്നതാണ് ഈ രോഗമല്ല. ഈ രോഗം വന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. രോഗമോ അതെ, മരണമോ അതെ, എല്ലാം അതെ, എപ്പോൾ വേണമെങ്കിലും അത് വരാമെന്നൊരു സംഭവം തന്നെയാണ്. പക്ഷെ എല്ലാവരും വന്ന് കുറ്റപ്പെടുന്നവരെ ഈ കൊച്ചിനെയാണ്. കൊച്ചു എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, കിച്ചു എന്ന് പറഞ്ഞ കുട്ടീനാണ്. ആ കുട്ടീനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കൊച്ച് അധ്വാനിച്ച് ജീവിക്കുകയാണ്. ആ കൊച്ച് പണ്ട് പല വഴികളിലൂടെ പോയിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിക്ക് ഏതൊക്കെ വഴി കൂടി ആ കുട്ടിക്ക് നശിക്കാൻ പറ്റും, ആ വഴി കൂടിയൊക്കെ ആ കുട്ടി പോയി. എല്ലാ വഴിയും നല്ല ഇതുപോലെ ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളിലൂടെയൊക്കെ ആ കുട്ടി പോയി. ഓക്കെ, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അച്ഛനും അമ്മയും വീട്ടുകാരടക്കമുള്ള എല്ലാവരുമുള്ള കുട്ടികൾക്ക് വരെ ഇത് സംഭവിക്കുന്നു. അപ്പോൾ ആരുമില്ലാത്ത ഒരു സംരക്ഷണം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത ആ കുട്ടിക്ക് ഇത് സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതം എന്തെങ്കിലും ഉണ്ടോ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ആ കുട്ടി കുറ്റപ്പെടുത്തുന്നവരോട് പറയുന്നത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ കുട്ടി എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, ആ കുട്ടി എന്തുകൊണ്ട് ഞാൻ അമ്മയെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോകുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് പറയേണ്ടത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്കൊരു മകനുണ്ട് അല്ലെങ്കിൽ മകളുണ്ട്,
തൻ്റെ അമ്മ ഇതുപോലെയുള്ള പ്രവർത്തികളൊക്കെ കാണിക്കുകയാണ്. ഇപ്പം എൻ്റെ അമ്മയാണ് ഇതുപോലെയുള്ള പ്രവർത്തികളൊക്കെ കാണിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ആദ്യം എൻ്റെ അമ്മയോട് സംസാരിക്കും. സംസാരിച്ചിട്ട് അമ്മ ഇത് വേണ്ട, ചെയ്യരുതെന്ന് പറയും. ചെയ്യരുതെന്ന് ഇപ്പം ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ കിച്ചു എന്ന മകൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പൊളൈറ്റായിട്ട് സംസാരിക്കുകയോ ചെയ്ത്, പൊളൈറ്റായിട്ട് സംസാരിച്ചിട്ട് പൊളൈറ്റായിട്ട് സംസാരിച്ചിട്ട് അവരിത് മാറില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുക്കൻ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചാണെങ്കിൽ എനിക്ക് ആദ്യം ഒന്ന് പൊളൈറ്റായിട്ട് സംസാരിക്കും, പിന്നെ രണ്ടാമതും ഇവർ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അത് എനിക്കും അപമാനക്കേടായിരിക്കും. എൻ്റെ അമ്മ ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ എനിക്കും അത് അപമാനക്കേടാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. ഞാൻ ചിലപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംഭവമേ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഫോൺ എടുത്ത് മാറ്റിക്കളയും. ഇനി അങ്ങനെ ഒരു സംഭവം വേണ്ട. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ അത് നിയമപരമായിട്ട് പോലും എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാനും ചെയ്യും. അത്രേ ഞാൻ അതേ ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ വളരെയധികം സൗമ്യതയോടെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ആ കുട്ടി അതായത് രേണുവിന് അത് അങ്ങനെ രേണു ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പിന്നെ വീണ്ടും ഒന്നും സംസാരിക്കാൻ പോയില്ല. പിന്നെ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാനോ കാര്യങ്ങൾക്കോ ഒന്നും പോയില്ല. അവിടെ വെച്ച് ആ കൊച്ചി ആ കോലൊടിച്ചു എന്ന് തന്നെ പറയാം. പിന്നെയും ആ കുട്ടീനെ ഇതിനകത്തോട്ട് വലിച്ചിറക്കി കൊണ്ടിട്ടത് ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് രേണു പറഞ്ഞാൽ എന്താ, രേണുവിനെ കാണാനായിട്ട് 11 വയസ്സുകൾ മുതൽ ഞാൻ നോക്കി എൻ്റെ മകൻ ഇതുവരെയായിട്ടും എന്നെ കാണാൻ വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് അതിനാണ് എല്ലാവരും കൂടെ എടുത്ത് ആ കൊച്ചിനെ സൈബർ ആക്രമണം ചെയ്ത്. ഈ പറയുന്ന ഷാരിഖാണെങ്കിലും പിന്നെ അൻഷാദ് പാലയോ അങ്ങനെ എന്താ പറയുന്നത് അവനൊക്കെ ആണെങ്കിലും വന്ന് ഈ സൈബർ ആക്രമണം ചെയ്തത് എല്ലാവരും കൂടി ഇട്ട് കൊടുക്കുന്നത്. കാരണം ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൂങ്ങി പിടിച്ച് കമന്റ് ബോക്സിലൊക്കെ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും ഈ കൊച്ചിനെ കുറിച്ച് നെഗറ്റീവ്സ്. ഈ നെഗറ്റീവ്സ് ഇടുന്നത് നമുക്ക് തന്നെ അറിയാം. ഇതൊക്കെ രേണുവിന്റെ ടീംസ് തന്നെ ചെലവും കൊടുത്ത് നിർത്തിയേക്കുന്ന ടീംസ് എന്ന ആളാരും നമുക്കറിയാം. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അവരുടെ പ്രവർത്തിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ ആരുമില്ലാത്ത ആ പയ്യനെ ഉപദ്രവിക്കുന്നതിലാണ് നമുക്ക് എല്ലാവർക്കും ഒരു ദുഃഖം വരുന്നത്. ഒന്നിനും പോകുന്നില്ല, പക്ഷെ എന്നാലും വീണ്ടും ചൊണ്ടി അങ്ങ് ചെല്ലുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ രേണു ഈ കൊച്ചിന് കൊടുത്ത മറുപടിയാണ്, അതായത് വീഡിയോയിൽ കൂടി തന്നെ രേണു മറുപടി കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ കേട്ടത്. അതായത് ഈ സബ്സ്ക്രിപ്ഷനോടെയുള്ള പൈസ മുഴുവൻ ഞാൻ ഈ കൊച്ചിന് നൽകിയില്ല, അതായത് ഈ പറയുന്ന കിച്ചുവിന് നൽകിയല്ലോ, അപ്പൊ അതങ്ങ് വാങ്ങിച്ചല്ലോ നീ എന്നൊക്കെ പറഞ്ഞാണ്. നിന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. സബ്സ്ക്രിപ്ഷൻ തുടങ്ങാന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർ എന്താ ഓക്കെ നോർമൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറയുന്നത്. പക്ഷെ അത് മാന്യമായ രീതിയിൽ കൊണ്ടുപോകണം, അതാണ് വേണ്ടത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അതിനൊന്നും പറയണ്ട. അതിപ്പോൾ അവർ പറയുന്നുണ്ട് അത് അവരുടെ രോഗം കൊണ്ടാണ് അവരങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനും ഒരു അമ്മയാണ്. ഒരമ്മയുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് മക്കളെ സംരക്ഷിക്കുക എന്നാണ്. മക്കളെ സംരക്ഷിക്കുക എന്ന് മാത്രമല്ല, ഒരമ്മയായി കഴിയുമ്പോൾ ആ മക്കളുടെ അഭിമാനത്തിനും കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതുള്ളൂ അല്ലേ. രണ്ടും ആൺമക്കളും. ഇപ്പൊ ഈ കിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും വലിയ മുതിർന്ന ഒരു കുട്ടിയാണ്. ഈ ഋതപ്പം എന്ന് പറഞ്ഞ ചെറിയ കൊച്ചു, ആ കൊച്ചിനെ ഇപ്പോൾ ഒന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല. ഇപ്പോൾ എൻ്റെ അമ്മ മോശമായിട്ട് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മക്കളുടെ അമ്മമാർ മോശമായിട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും ഒരാൾ വന്ന് അവിടെ ചോദിക്കണം, നിന്റെ അമ്മയുടെ വീട് ഞാൻ കാണാറുണ്ടടാ, കൊള്ളാട്ടാ സൂപ്പറാട്ടാന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം അപമാനമായിരിക്കും ആ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഇതപ്പം അത് ഉണ്ടാവുന്നില്ല. ഈ കിച്ചു എന്നെ നേരത്തെ വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് അപമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്തിന്റെ പേരിൽ ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കിച്ചു തന്നെ വന്ന് മുൻപേ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എല്ലാം അറിഞ്ഞിട്ട് പോലും രേണു എന്ന് പറഞ്ഞ വ്യക്തി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും ഈ രണ്ട് മക്കളോട് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളോടാണെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ രേണു ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മക്കൾക്ക് അപമാനം വരുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാതിരിക്കുക. അതുപോലെ ആ കുട്ടിയെക്കുറിച്ച് പറയുന്നത്, ആ കുട്ടിയെ ത്രട്ടൺ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പബ്ലിക്കിലൂടെ. ആ കുട്ടിയെ ത്രട്ടൺ, നിന്റെ ജീവൻ നശിപ്പിക്കാനുള്ള തെളിവുകളടക്കം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ അതൊക്കെ പുറത്തുവിടും, നീ എന്നെ അത് ശപിക്കുകയാണ് ആ കുട്ടിയെ ചെയ്യുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നീ എന്നെ കാണാൻ വരരുത് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇത് സത്യം പറഞ്ഞാൽ നമുക്കിതൊരു എന്താ പറയുക, നമുക്കിതൊരു കോളിങ്ങിലൂടെ, അത് നമുക്കൊരു ഫോൺ കോളിലൂടെ തീർക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഈ വ്യക്തി എന്തുകൊണ്ട് ഇതൊക്കെ പുറത്തു വിടുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഒരു മക്കളുള്ള അമ്മമാർ വന്നിട്ട് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഈ സെമി ന്യൂഡായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇതുപോലെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യാൻ നേരത്തെ ആ മക്കൾക്ക് അത് അപമാനമാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച്, ഈ പ്ലാറ്റ്ഫോമിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് പങ്കുവെച്ചത് എന്താണോ അതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും, അതെങ്ങും പോകത്തില്ല. അത് ഇപ്പം ചിലപ്പോൾ നമ്മളുടെ പേജിൽ നിന്ന് ഡിലീറ്റ് ആക്കിയാൽ പോലും അത് മറ്റൊരാളുടെ കയ്യിലുണ്ടാവും, അത് അവിടെ തന്നെ കിടക്കും, അത് എവിടെയെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രവർത്തികൾ വരാൻ നേരത്തെ അതെല്ലാം വീണ്ടും കുത്തിപ്പൊക്കി ആൾക്കാർ കൊണ്ടുവരും, അല്ലെങ്കിൽ അത് കുത്തിപ്പൊങ്ങി നോർമലായിട്ട് അത് വരും. അതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഈ രേണു ചെയ്ത വീഡിയോസിലൊക്കെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു ഒരു നല്ലൊരു അമ്മയായിരുന്നില്ല കിച്ചുവിന് എന്ന് തന്നെയാണ് അവർ ആ വീഡിയോയിൽ കൂടി വ്യക്തമാക്കി തരുന്നത്. അതായത് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നിന്റെ ഫ്യൂച്ചർ വരെ നശിപ്പിക്കാനുള്ള ഒരു തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പുറത്ത് വിടാതിരിക്കണമെങ്കിൽ നീ മിണ്ടാതിരിക്കണം എന്നാണ് ഈ പറയുന്ന രേണു പറയുന്നത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്ന് പറയുമ്പോൾ ഒരു ക്യാൻസർ രോഗിയെ എന്തിനാണ് നീ വിമർശിക്കണേ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ ഞാനിത് അവരെ വിമർശിക്കുകയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നുമില്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം അവരിപ്പോൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാതിരിക്കുക, അതായിരിക്കും ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് അല്ലേ.
അതല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് അങ്ങ് പോവുക. അത് മറ്റ് ആരും ഹർട്ട് ചെയ്യാത്തുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് പോവുക. അതല്ലെങ്കിൽ അവരവരുടെ രോഗാവസ്ഥയെ കുറിച്ച് അവരുടെ അവസ്ഥയെ കുറിച്ച് വന്ന് പറഞ്ഞിട്ട് പോവുക. അതൊക്കെ ഓക്കെ. പക്ഷെ അതല്ല ഈ കിച്ചു എന്ന മകനെ എന്താണ് ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് സൈബർ ആക്രമണത്തിനായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ കൊച്ചു നല്ലൊരു ബിസിനസ് ചെയ്ത് ആ കൊച്ചൊന്ന് ഉയർത്തിക്കൊണ്ടുവരാനാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന വീഡിയോസിലൊക്കെ ഞാൻ കേട്ടിട്ടാണ് കിച്ചു എന്തുകൊണ്ട് കിച്ചുവിന്റെ വീട്ടിലോട്ട് പൈസ കൊടുക്കുന്നില്ല, അവന് ആ വീട്ടിൽ അതായത് ഈ ഋതപ്പിന് വേണ്ടി പൈസ കൊടുക്കുന്നില്ല, ഋതപ്പിനാണെങ്കിലും ആ വീട്ടിലോട്ടാണെങ്കിലും പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പൊ സംബന്ധിച്ച് ഈ പറയുന്ന രേണുവിന് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ നല്ല പൈസയുണ്ട്, യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കരീഷ്മയുടെ തന്നെ ഒരു ഓഡിയോ ക്ലിപ്സ് നമ്മൾ കേട്ടതാണ്. കാരണം അത്യാവശ്യം കാശ് മുഴുവൻ രേണുസുതിയുടെ ക്യാഷ് കയ്യിലുണ്ട്. പിന്നെ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ എടുക്കുന്നത്. ചിലവുകളൊക്കെ അത്രയും മെഡിക്കൽ കോളേജാണ് ഈ പറയുന്ന അത്ര കാശ് ചിലവ് വരുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അതിനുള്ള കാശ് ഇവരുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം ഈ രേണുവിന്റെ മാനേജറായ കരീഷ്മ എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്സ് വരെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യം പോലും ഇല്ല. പിന്നെ ഈ കൊച്ചി എങ്ങനെയെങ്കിലും വളർന്നു വരുന്ന ഈ കുട്ടി, ആ കൊച്ചി എന്താണ് നല്ല രീതിയിൽ അഡ്വാൻസ് തന്നെയാണ്. ആ കൊച്ചിന്റെ ഒരു ഡ്രസ്സിന്റെ ഒരു സ്ഥാപനം പോലെ തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ ഷോപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കുട്ടി. അപ്പൊ ആ കൊച്ചി അതിൻ്റെതായ അധ്വാനത്തിലൂടെ അതിൻ്റെതായ ഒരു എഫേർട്ട് ഇട്ട് ആ കുട്ടി വളർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിനെ പോലും തകർത്ത് കളയുന്ന രീതിയിലാണ് ഇപ്പൊ രേണുവിന്റെ ടീംസ് ഉണ്ടല്ലോ, ആ ടീംസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. ആ കുഞ്ഞ് എങ്ങനെയും ജീവിച്ചു പോട്ടെ, അത് നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ വരുന്നില്ല. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഋതപ്പന് എന്തൊക്കെ വന്നാലും അവസാനം വരുമ്പോൾ എന്തൊക്കെ വന്നാലും ഈ കിച്ചു എന്ന് പറയുന്ന ആ ചെറുക്കനെ ഉണ്ടാവുള്ളൂ. കാരണം ആ കിച്ചു എന്ന് പറയുന്ന പയ്യന് ഈ ലോകത്തുള്ള ആകെയുള്ള രക്തബന്ധം എന്ന് പറയുന്നത് ആ കുഞ്ഞാണ്. ആ ഋതപ്പൻ എന്ന് പറയുന്ന ആ കുഞ്ഞാണ്. ആ രക്തബന്ധമേ ഉണ്ടാവത്തുള്ളൂ. അവന് എന്താണ് എനിക്കതെന്തോ ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വർത്തമാനങ്ങളൊക്കെ രേണു വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നേരത്ത് രേണുവിന് പഴയ കാലത്തുണ്ടായത്, അതായത് ഈ രോഗാവസ്ഥയിൽ മുൻപ് ഉണ്ടായ ആ ദേഷ്യവും അതായത് ധാർഷ്ട്യം, ആ അഹങ്കാരം എല്ലാം ഇപ്പോഴും നിലനിൽക്കും എന്ന് തന്നെയാണ് പറയുന്നത്. രേണു പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ സുവിശേഷം പ്രസംഗി ആവണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു സുവിശേഷം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഇതുപോലെ വന്ന് ഒരു സ്വന്തം മകന്റെ അതായത് സ്വന്തം ഭർത്താവിന്റെ കൊച്ചിനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഒരിക്കലും ഇങ്ങനെയൊന്നും വന്ന് അപമാനിക്കില്ല. അതാദ്യം രേണു ഒന്ന് മനസ്സിലാക്കണം. ഇനിയെങ്കിലും അതുകൊണ്ട് ആ കുട്ടീനെ ഒരു ശത്രുവായിട്ട് കാണാതിരിക്കുക. ആ കുട്ടി വളരെങ്കിലും വളരട്ടെ, എന്തിനാണ് പേടിക്കുന്നത്? ആ കുട്ടി വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉപകാരം എപ്പോഴെങ്കിലും ഉണ്ടാകും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അത് ബോധ്യപ്പെടുമായിരിക്കാം. ആ കുട്ടിയെ കുറിച്ചാണെങ്കിലും എന്തിനെ കുറിച്ചാണെങ്കിലും ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് രേണുവിന്റെ വീട്ടുകാരും കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അത്രേ പറയാനുള്ളൂ.